ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ ഇവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും ധന്യമായ അനുഗ്രഹിക്കപ്പെട്ട ജനുവരി മാസത്തിൽ 26-ാം തീയതി അവസാന ഞായറാഴ്ചയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരു മാസക്കാലം ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. പ്രിയമുള്ളവരെ, യേശുവിന് സത്യവേദ പുസ്തകത്തെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാം. അതാകും നമ്മുടെ രക്ഷ, അതാകും നമ്മുടെ ബലം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ വചനങ്ങളും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാം. അത് നമ്മുടെ ബ്ലഡിൽ ചേർക്കാം. പ്രിയമുള്ളവർ, രക്തത്തിൽ അലിയിപ്പിച്ച് സത്യവിശ്വാസികളായി, സത്യ നമസ്കാരികളായി ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാൻ അതിനായി നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ഈ സന്ദേശത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിന്റെ ആരംഭം കണ്ട ഞങ്ങൾക്ക് അവസാന ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നന്ദി പിതാവേ. അവിടുത്തെ സ്നേഹം, അവിടുത്തെ കരുതൽ, അവിടുത്തെ കർത്താവെ അവിടെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധമായ അനുഗ്രഹങ്ങൾ എല്ലാവറ്റുമായി ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. അപ്പ ഞങ്ങളുടെ മനസ്സിന് തന്നിരിക്കുന്ന ആശ്വാസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവ്. ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണം, ഞങ്ങളുടെ തീരുമാനങ്ങളെ വിശുദ്ധീകരിക്കണം, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഒക്കെ കർത്താവെ തിരുഹിത പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കി നൽകണം. അത്ഭുതങ്ങളെ കാണുമാറാക്കണം, അതിശയങ്ങളെ പ്രവർത്തിക്കണം. കർത്താവ് ഞങ്ങളെ കൈവിടുന്നില്ല, കർത്താവ് ഞങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഓരോ നാളും അവിടുന്ന് ഞങ്ങളോട് കൂടെയുള്ളതിനാൽ അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദി പിതാവേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പൊതിഞ്ഞു കൊള്ളണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഉൾബലം നൽകണമേ, ആത്മവിശ്വാസം നൽകണമേ. ദൈവകൃപയിൽ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനത്തിന്റെ ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഏത് പട്ടണത്തിന് വേണ്ടിയാണ് അബ്രഹാം മധ്യസ്ഥത ദൈവത്തോട് വഹിച്ചത്? അതിൻ്റെ ആൻസർ, ഉത്തരങ്ങൾ എല്ലാം ശരിയായ ഉത്തരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ. പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുന്നു. അതിൻ്റെ ആൻസർ ഇതാണ്: സൊദോം ഗൊമോറ പട്ടണത്തിന് വേണ്ടിയാണ് അബ്രഹാം ദൈവത്തോട് മധ്യസ്ഥത വഹിച്ചത്. പ്രത്യേകിച്ച് ഇവരുള്ള നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിൽ ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കുക. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർ ദൈവവചനം കേൾക്കട്ടെ, ദൈവത്തോട് അടുക്കട്ടെ, ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാകുമാറാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ വില്ല് അഥവാ മഴവില്ലാകുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്ന ചിന്തയാണ് നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. നോഹയുടെ കാലഘട്ടത്തിലെ ജലപ്രളയത്തിന് ശേഷം ദൈവം തൻ്റെ ജനത്തോട്, പ്രത്യേകിച്ചും നോഹയോടും കുടുംബത്തോടും ഒരു നിയമം ചെയ്യുകയാണ്, ഒരു സന്ധി ചെയ്യുകയാണ്. നിയമത്തിൻ്റെ അടയാളമായി ദൈവം മേഘത്തിൽ ഒരു വില്ല് വയ്ക്കുകയാണ്, അല്ലേ? ആ വില്ലിനെയാണ് നമ്മൾ മഴവില്ല് എന്ന് നാം പറയുന്നത്, മഴവില്ല്. അപ്പോൾ ദൈവത്തിൻ്റെ വില്ല്, അതിനെ നാം മഴവില്ലായിട്ട് വിളിക്കുന്നുണ്ട്. ദൈവം തൻ്റെ നിയമത്തെ സദാകാലത്തേക്കും ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനത്തോളം വരെ ദൈവം ഓർത്ത് വയ്ക്കുന്ന ഒരു വില്ല്, ദൈവം ചെയ്ത ഒരു ഉടമ്പടിയാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ വില്ല് എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അത് തൻ്റെ ജനത്തിനുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ആകുന്നു. ദ പ്രോമിസ് ഫ്രം ഗാഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്, തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ് ഈ വില്ല് എന്ന് മനസ്സിലാക്കുക. ഈ മഴവില്ല് നമുക്കറിയാം, സാധാരണയായി സയൻസ് പഠിക്കുമ്പോൾ മഴവില്ലിൽ 7 നിറങ്ങളാണ് പ്രധാനമായിട്ടും കാണുക. 7 നിറങ്ങൾ, വിബ്ജിയോ എന്നൊക്കെ നാം പഠിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വില്ലിൽ 7 നിറങ്ങളാകുന്ന 7 വാഗ്ദത്തങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 7 വാഗ്ദത്തങ്ങൾ. കാരണം ദൈവം നോഹയുടെ കാലഘട്ടത്തിൽ ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടിയെ നാം അതിനെ വ്യക്തമായി അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് നാം പഠിച്ചാൽ, പരിശോധിച്ചാൽ
അതായത് നോഹയുടെ കാലത്തിന് ആ കാലഘട്ടത്ത് എന്തുകൊണ്ടാണ് ഈ ജലപ്രളയം ദൈവം വരുത്തിയത്, എന്തായിരുന്നു അന്നത്തെ അവസ്ഥ, അതിനുശേഷം ഈ ജനത്തെ എപ്രകാരം വിടുവിക്കുന്നു, അതിനുശേഷം എല്ലാം നഷ്ടമായി ജലപ്രളയത്താൽ ലോകം നശിക്കുകയാണ്, പിന്നെ ഒരു പുതിയ ജീവിതം ഇവർക്ക് നൽകുകയാണ്. ഇതൊക്കെ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ ഈ മഴവില്ലിൽ ദൈവത്തിൻ്റെ 7 വാഗ്ദത്തങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വാഗ്ദത്തങ്ങൾ 1, ഹെൽപ്പ് ഇൻ നീഡ് എന്നതാകുന്നു. അതായത് ആവശ്യത്തിൽ സഹായം നൽകുന്ന ഒരു വാഗ്ദത്തം. ആവശ്യത്തിൽ സഹായം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ആഴം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ജീവിതത്തിൽ നമ്മുടെ ചില പരിമിതികളുടെ നടുവിൽ നമ്മുടെ ഒരുപാട് അത്യാവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്കുണ്ടാകാം, അല്ലെ? ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതിനുവേണ്ടി ദൈവം പറയുന്നത്, ഈ വാഗ്ദത്തത്തിൽ നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിച്ച് നിങ്ങൾ അലയേണ്ട കാര്യമില്ല. എന്താണോ നിങ്ങളിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഒരുപക്ഷെ ഞാൻ അതിനെ പഴയ നിയമമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഇത് പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിലാണ്, ലേഖനഭാഗത്താണ്. എന്നാൽ പഴയ നിയമമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നോഹയും കുടുംബവും ഒക്കെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ പെട്ടകം ഒന്ന് ഉറയ്ക്കുകയാണ്. അവർ തുറന്നൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഇനി ഒരു പുതിയ ജീവിതമാണ്, എല്ലാം നശിച്ചു, ഇനി പ്രപഞ്ചത്തിലൊരു പുതിയ ജീവിതം. ഈ പുതിയ ജീവിതത്തിൽ ദൈവം നൽകുന്നൊരു വാഗ്ദത്തം കൂടിയാണ്. അയ്യോ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഇനി അത് നേടുവാൻ വേണ്ടിയല്ല, ദൈവം ഇന്ന് നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുന്നു അതിൽ നിങ്ങൾ സന്തോഷിക്കുക, തൃപ്തി പ്രാപിക്കുക. ഞാൻ നിങ്ങളോട് കൂടെയുണ്ടല്ലോ, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ള വാഗ്ദത്തമാണ് ദൈവം തരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇതിൻ്റെ റെസ്പോൺസായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വചനത്തിൽ പറയുകയാണ്, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന ഒരു റെസ്പോൺസ് അവിടെ കാണുവാനായി സാധിക്കും. നമുക്കറിയാം, പഴയ നിയമത്തിൽ സാരഫത്തിലെ വിധവ, അല്ലേ? അവിടെ ശൂന്യമാക്കപ്പെട്ട അനുഭവത്തിൽ, ഇല്ലായ്മയുടെ അനുഭവത്തിൽ ദൈവം അവർക്ക് അവരുടെ ആവശ്യത്തിൽ സഹായം എത്തിക്കുകയാണ്. ഏലിയാവിലൂടെ ഒരു വലിയ ബ്ലെസ്സിങ്സ്. ഒരിക്കലും ഈ സാരഫത്തിലെ വിധവയും മകനും തങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത വിധത്തിൽ, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വിധത്തിൽ ദൈവം ആ കൃത്യസമയത്തൊരു പ്രവാചകനെ അവിടെ എത്തിക്കുകയാണ്, അല്ലേ? മുൻപരിചയമില്ലാത്ത ഒരു മനുഷ്യനെ അവിടെ എത്തിക്കുകയാണ്. അതിലൂടെ ഒരു വലിയ മിറക്കിൾ ദൈവം ചെയ്യുകയാണ്. ദാറ്റ് ഈസ് വി യൂസ് ടു കോൾ ആസ് എ മിറക്കിൾ. അതിനെയാണ് നാം അത്ഭുതം എന്ന് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെയാണ് കർത്താവ് വീഞ്ഞാക്കി മാറ്റിയത്. അതേ കർത്താവ് ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. വിശ്വസിക്കുക. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകണം ദൈവത്തിൽ. കൃത്യസമയത്ത് ദൈവം പ്രവർത്തിക്കും. പ്രിയം, നമ്മൾ ഒരുപാട് ആശങ്കപ്പെടേണ്ട. നാം ദൈവത്തിൽ വസിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക, നാം ദൈവസനയിൽ ഉരുകുക, ദൈവസനയിൽ നമ്മൾ തന്നെ പകർന്നു കൊടുക്കുക. കൃത്യസമയം നമുക്കുള്ള സഹായം നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ ദൈവം കൊണ്ടുതരും. പ്രിയമുള്ള, നമുക്കുള്ള വഴികൾ ദൈവം തുറന്നു തരും. അടയപ്പെട്ട വാതിലുകൾ ദൈവം തുറക്കും. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വാഗ്ദത്തം അത് തന്നെയാണ്. ദൈവം നമുക്ക് തുണ നിൽക്കുന്നു. ദൈവം നമുക്ക് തുണ നിൽക്കുന്നു. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു, ആവശ്യത്തിൽ ദൈവം നമ്മെ സഹായിക്കുന്നു എന്ന വാഗ്ദത്തം. രണ്ടാമത്തേത്, യെശയ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, ഇതാ കർത്താവ് ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു, ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലും ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ മഴവില്ലാകുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഇൻ വീക്ക്നെസ്. അതായത് ബലഹീനതയിൽ ദൈവം നമുക്ക് ശക്തി നൽകുന്നു. ഒരു പുതിയ ജീവിതം നാം ആരംഭിക്കുമ്പോൾ, ഇവിടെ നോഹയ്ക്ക് ഒരു പുതിയ ലൈഫാണ് കൊടുക്കുന്നത്. അതിലാണ് ആ മഴവില്ല ദൈവം സ്ഥാപിച്ചത്. അതിലൊന്നാമത്തേത്, ഞാൻ നിന്നെ സഹായിക്കും. രണ്ടാമത്തേത്, നിന്റെ ബലഹീനതയിൽ ഞാൻ നിനക്ക് ശക്തി നൽകും എന്ന വാഗ്ദത്തമാണ്. ബലശാലിയായ ദൈവത്തെയാണ് ഈ ഭാഗത്ത് നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത് യെശയ്യാ പ്രവചന പുസ്തകത്തിൽ. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ ബലശാലിയായ കർത്താവ് എന്നത് ബാബിലോണിൽ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് നൽകപ്പെടുന്ന ശക്തമായ ഒരു ദൂതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പറയുന്നു,
കൂലി നൽകുന്നവൻ, പ്രതിഫലം നൽകുന്നവൻ നിങ്ങളുടെ ദൈവമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോകേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ ബലഹീനരായി തീരേണ്ടുന്നവരല്ല. കാരണം നിങ്ങൾ പ്രത്യാശിക്കുന്ന കൂലി നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, അത് ദൈവം നിങ്ങൾക്ക് തരുമെന്നാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ നിരാശപ്പെടുന്നത് എൻ്റെ പ്രവൃത്തിക്ക് തക്ക നന്മകൾ കിട്ടുന്നില്ലല്ലോ, എൻ്റെ അധ്വാനത്തിന് തക്ക പ്രതിഫലം എനിക്ക് കിട്ടുന്നില്ലല്ലോ, ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, എത്രത്തോളം ഞാൻ കാര്യങ്ങളൊക്കെ സുതാര്യമായി നേരോടെ ഞാൻ ചെയ്തു, പക്ഷെ അതിന് ഏറ്റവും ഒരു ഔട്ട്കം എനിക്ക് കിട്ടുന്നില്ല, പ്രതിഫലം എനിക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട് ദൈവമേ? നാം അപ്പോൾ ബലഹീനരായി മാറുന്നു, ചിന്തിച്ച് നിരാശപ്പെടുന്നു. ദൈവം പറഞ്ഞു, നോ, ഐ വിൽ ഡു ബ്ലെസ്സിങ്സ്. ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും, ഞാൻ അനുഗ്രഹങ്ങൾ തരും. നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട, നീ ചിന്തിച്ച് വിഷാദിക്കേണ്ട. ഐ ക്യാൻ ഡു മാർവലസ് തിങ്സ് ഇൻ യുവർ ലൈഫ്. അത്ഭുതമേറിയ കാര്യങ്ങളെ എനിക്ക് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കും. അത്ഭുതങ്ങളെ നീ കാണും. അത്ഭുതങ്ങളെ കാണുമാറാക്കുന്ന ഒരു ദൈവം, നമ്മെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, ഈ രണ്ടാമത്തെ അത്ഭുതത്തിൽ പറയുന്നത് തന്നെയാണ് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം. അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞു അല്ലെ, കൊരിന്ത്യർക്ക് ലേഖനത്തിൽ വായിക്കുമ്പോൾ ദൈവത്തോട് 3 വട്ടം പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ വിഷമസന്ധിയിൽ ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ അത് തികഞ്ഞു വരും. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം. ദൈവത്തെങ്കിലേക്ക് തിരിയുക. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ തളർന്നു പോകുമ്പോൾ, നിരാശപ്പെടുമ്പോൾ, പ്രിയരെ, ദൈവത്തെങ്കിലേക്ക് തിരിയുക. കാരണം there is a promise of God. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്, മഴവില്ലാകുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ആ കർത്താവ് നമ്മുടെ കരത്തെ മുറുകെ പിടിക്കും. നമ്മുടെ മക്കളുടെ, മരുമക്കളുടെ, കൊച്ചുമക്കളുടെ കരങ്ങളെ മുറുകെ പിടിക്കുവാൻ ശക്തൻ. നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ പ്രതികൂല അവസ്ഥകളെ, പ്രിയമുള്ളവരെ, അതിലൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ച് ചെങ്കടൽ കടക്കുമാറാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. മുറുകെ പിടിച്ചുകൊള്ളുക. 3-ാമത്തെ വാഗ്ദത്തം മത്തായി സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ, ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഈ സാഹചര്യം നമുക്കറിയാം. ശിഷ്യന്മാർ പടകിലാണ്, കാറ്റ് പ്രതികൂലം, തിരകളാൽ വലയുന്ന ഒരനുഭവമാണ്. എവിടെ നോക്കിയാലും പ്രതിസന്ധിയാണ്. മുന്നിൽ രക്ഷപ്പെടുവാൻ വഴികളില്ലാത്ത അനുഭവത്തിൽ കാറ്റ് പ്രതികൂലമാകുന്നു, തിരകൾ അതിശക്തമായിരിക്കുന്നു. പ്രിയരെ, ജീവിതമാകുന്ന ആ നൗകയിൽ നാം യാത്ര ചെയ്യുമ്പോൾ തിരകൾ ശക്തിയാകുകയാണ്. ശത്രുവിൻ്റെ പീഡനങ്ങൾ, പ്രതികൂല അവസ്ഥകൾ, പ്രതിസന്ധികൾ ഏറെ വന്ന് നമ്മെ ഉലയ്ക്കുമ്പോൾ, കുടുംബത്തെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, ബൈബിൾ പറയുന്നു, നിങ്ങൾ വിഷാദത്താൽ ഭാരപ്പെടരുത്, നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. ബൈബിൾ പറയുന്നു, വിഷാദത്തിൽ ഞാൻ നിങ്ങൾക്ക് ധൈര്യം നൽകും, ഞാൻ നിങ്ങൾക്ക് ഉത്സാഹം നൽകും. എന്താ സംഭവിച്ചത്? യേശു കടലിലൂടെ നടന്നടുത്ത് വരികയാണ്. ചിലപ്പോഴൊക്കെ നാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് അതിർവരമ്പുകൾ നിശ്ചയിച്ച് നൽകാറുണ്ട്, ലിമിറ്റേഷൻസ് കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ബോധ മനസ്സിൽ. എന്താണ്? ഈ ഒരു അവസ്ഥയിലൊന്നും ദൈവത്തിന് എന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല, ദൈവത്തിന് എന്നെ സഹായിപ്പാൻ കഴിയത്തില്ല. കാരണം എങ്ങനെ? ഹൗ ഇറ്റ് വിൽ ബി? ലാസർ മരിച്ച് അടക്കപ്പെട്ടു, 4 നാളായി, ഇനി എന്തോന്ന് അല്ലേ, തീർന്നു. ഇങ്ങനെയൊക്കെ നാം ചിന്തിച്ച് വിഷാദിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. പിന്നെ വിഷാദം മാത്രമാണ്, ദുഃഖം മാത്രമാണ്. ടിൽ അവർ ലാസ്റ്റ് ബ്രത്ത്. നമ്മുടെ ജീവിതത്തിന് അവസാനം വരെ പിന്നെ നമുക്കുണ്ടാകുന്നത് വിഷാദത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ബിലീവ് ഇൻ ദ പ്രോമിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കുക. നിങ്ങളുടെ വിഷാദത്തെ മാറ്റി ഉത്സാഹത്തെ നൽകുവാൻ, നിങ്ങൾക്ക് ധൈര്യം നൽകുവാൻ കർത്താവിന് കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് പേടിച്ചിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന, നിങ്ങളെ വിഷാദത്തിൽ ആഴ്ത്തിയ തിരമാലകളുണ്ടല്ലോ, കാറ്റുണ്ടല്ലോ, അതിൻ്റെ നടുവിലൂടെ നടന്നു വരുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ മനുഷ്യനോ ഈ ലോകത്തിൻ്റെ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുകയില്ല. ഈവൻ യുവർ പാരൻസ് ടു. നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ പോലും അങ്ങനെ ഒരു പ്രതികൂലത്തിൽ ചെപ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ കഴിഞ്ഞു എന്ന് വന്നേക്കില്ല. പക്ഷെ ഗോഡ് ക്യാൻ പോസിബിൾ. ദൈവത്തിന് സകലവും സാധ്യം. ഹി വിൽ ഡു മാർവലസ് തിങ്സ് ഇൻ യുവർ ലൈഫ്. ഹി വിൽ ഡു മിറക്കിൾസ് ഇൻ യുവർ ലൈഫ്. ഡേ ടു ഡേ ലൈഫ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. പ്രിയമുള്ളവരെ, 4-ാമത്തെ മഴവില്ലാകുന്ന വാഗ്ദത്തം സങ്കീർത്തനങ്ങൾ 32:8 വായിക്കുമ്പോൾ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഈ ഭാഗത്ത് ഈ മഴവില്ലാകുന്ന വാഗ്ദത്തത്തിൻ്റെ പൊരുളെന്ന് പറയുന്നത്, പരിഭ്രമത്തിൻ്റെ നടുവിൽ
ദൈവം നമുക്ക് വഴികാട്ടിയായി കൂടെയിരിക്കും. അതായത് ചുരുക്കത്തിൽ, എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോൾ, എങ്ങനെ ഇനി എന്ന് ചിന്തിക്കുമ്പോൾ, ഏത് വിധത്തിലെന്ന് ചിന്തിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് ദൈവം വഴി കാണിച്ചു തരും, ഒരു പുതിയ വഴി കാണിച്ചു തരും എന്നതാണ്. വഴി കാണിച്ചു തരിക മാത്രമല്ല, ആലോചന നൽകും, ഉപദേശം നൽകും, അവൻ നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഏലിയാവ്, അതോടൊപ്പം യോന, ഇതെല്ലാം ഏറ്റവും സിമിലറാണ്. ഇവരുടെ വ്യക്തിത്വങ്ങൾ, ഇവരുടെ ജീവിത അനുഭവങ്ങൾ സിമിലറാണ്. ഏലിയാവ് പരിഭ്രമത്തോടെ ഓടിപ്പോകുന്ന ഒരു അനുഭവമുണ്ട് അല്ലേ? എല്ലാം പേടിച്ച്, അഹാബിനെ ഇസബലിനെയൊക്കെ പേടിച്ച് ഓടിപ്പോകുന്ന ഒരനുഭവം. യോന അല്ലേ, നോക്കണേ, ഒരു വലിയ വിഷാദത്തെ, പരിഭ്രമത്തിൻ്റെ നടുവിലായിത്തീരുന്ന അനുഭവം. പക്ഷെ അവിടെയൊക്കെ ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുക. ഏലിയാവിൻ്റെ ചോദ്യം, നിനക്കിവിടെ എന്ത് കാര്യം? യോനായേ, നിനക്കും ഇവിടെ എന്ത് കാര്യം? നിങ്ങൾ എന്തിനാണ് ഇത്ര പരിഭ്രമിച്ചിങ്ങനെ ഇരിക്കുന്നത്? അവർക്ക് പറയുവാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഏലിയാവിനും ഉണ്ടായിരുന്നു, യോനയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം പറയുന്നു, നോ, നിങ്ങളിവിടെ പരിഭ്രമിച്ച് ഒതുങ്ങിക്കൂടിയിരിക്കേണ്ടുന്നവരല്ല. എഴുന്നേൽക്കുക, മുന്നോട്ട് യാത്ര ചെയ്യുക. അവർക്ക് ആവശ്യമായ റിസോഴ്സ് ദൈവം കൊടുക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുക. യെസ്, ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം എൻ്റെ പദ്ധതിயின் പ്രകാരമാണ്. അതുകൊണ്ട് ഉയർച്ച താഴ്ചകളെ ചൊല്ലി നിങ്ങൾ ഭാരപ്പെടേണ്ട. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എത്ര സന്തോഷം പ്രിയമുള്ളവരെ. ദൈവത്തിൽ വസിക്കുക. ജീവിതങ്ങൾ, അനുഭവങ്ങൾ മാറി മറിയും, ചുറ്റുപാടുകൾ മാറി മറിയും, വ്യതിയാനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും, സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ബൈബിൾ സേയ്സ് God will never forsaken you. ദൈവം നിങ്ങൾ ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല, കൈവിടുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഹി വിൽ ഓപ്പൺ എ വേ ഫോർ യു അല്ലേ? പകരം ദൈവം നിങ്ങൾക്കായി ഒരു വഴി തുറന്നു തരും. ഒരു വഴി, ഹി വിൽ ഷോ എ പാത്ത് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വഴി ദൈവം കാണിച്ചു തരും പ്രിയമുള്ളവർ. അന്ധകാരത്തിൻ്റെ നടുവിൽ ദൈവം രശ്മികൾ അയച്ച് നിങ്ങൾക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരികയും നിങ്ങളെ ഉപദേശിക്കുകയും ചെയ്യും. ഇത് മഴവില്ലാകുന്ന 4-ാമത്തെ വാഗ്ദത്തം. 5-ാമത്തെ വാഗ്ദത്തം നൽകപ്പെടുന്നത് യെശയ്യാ പ്രവചന പുസ്തകം 66:12 വായിക്കുമ്പോൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിനക്ക് വിഷമതകളിൽ ഞാൻ സമാധാനം കൽപ്പിച്ചാക്കും. നിന്റെ മനസ്സിലെ വിഷമതകളുണ്ടല്ലോ, പെയിൻസ്, അതിനെ ചൊല്ലി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടല്ലോ. ഒരു പെയിൻ വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ സംഭവിക്കുവാൻ പോകുന്നതിൻ്റെ ഒരു ബിഫോർ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ലൈഫിൽ എന്താണ്? സമാധാനത്തെ നഷ്ടമാക്കുന്ന ഒരു അനുഭവമാണ്. ദൈവം പറയുന്നു, നിന്റെ വിഷമതകളിൽ ഞാൻ നിനക്ക് സമാധാനം നൽകും. അതെങ്ങനെയാണ് ദൈവം നൽകുന്ന സമാധാനം? അത് നദി പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മൾ തീർന്നു, എൻ്റെ ലൈഫിൻ്റെ ഹാപ്പിനെസ് എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറഞ്ഞോ, there is a river for you, it will flow unto you. നിന്നിലേക്ക് ഒഴുകുന്ന ഒരു നദി ഞാൻ പുറപ്പെടുവിക്കും. ബിലീവ് ഇറ്റ്. ഇത് പറയുന്നത് ജീവനുള്ള ദൈവം, നമ്മെ സ്നേഹിക്കുന്ന, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം. അത് ഫ്ലോ, ഒരു നദി പോലെ നിൻ്റെ ജീവിതത്തിലേക്ക്, നിൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വമായി തീരും. ഇതൊക്കെ വളരെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ് പ്രിയമുള്ളവരെ. ദാനിയേലിൻ്റെ ജീവിതം നോക്കിയേ, ശദ്രക്, മേശക്, അബേദ്നെഗോവിൻ്റെ ജീവിതം നോക്കിയ വിഷമസന്ധിയിലാണ്. സിംഹങ്ങളുടെ കുഴിയിലേക്ക് അല്ലെ ഗുഹയിലേക്ക് ഇടുന്ന ഒരു അനുഭവം, എരിയുന്ന തീച്ചൂളയിലേക്ക് കൈകാലുകൾ കെട്ടപ്പെട്ട അനുഭവത്തിൽ എറിയുന്ന ഒരു അനുഭവം. എവിടെയാണ് സമാധാനം? പക്ഷേ സമാധാനം ഉണ്ടായോ? ഉണ്ടായി പ്രിയമുള്ളവരെ. ആ തീച്ചൂളയുടെ നടുവിൽ ദൈവത്തിൻ്റെ സമാധാനം ഇറങ്ങി വന്നു. സിംഹങ്ങളുടെ കുഴിയിൽ ഇതാ ഒരു വലിയ സമാധാനം അവിടെ ഇറങ്ങി വരികയാണ്. നാം ആരാധിക്കുന്ന കർത്താവ് സമാധാനത്തിൻ്റെ രാജാവാകുന്നു, സമാധാനത്തിൻ്റെ പ്രഭുവാകുന്നു പ്രിയമുള്ളവരെ. ആ ദൈവം നമ്മെ സമാധാനത്തിൽ കാക്കും. ആ ദൈവം നമ്മെ സന്തോഷത്തിൽ കാക്കും. നമ്മുടെ വിഷമതകൾ സമാധാനം തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിപ്പിൻ. 6-ാമത്തെ മഴവില്ലാകുന്ന വാഗ്ദത്തം യെശയ്യാ പ്രവചന പുസ്തകം 61:3 വായിക്കുമ്പോൾ, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഃഖത്തിൽ ദൈവം ആനന്ദം തരും. ഇവിടെ
നോഹയുടെ കാലഘട്ടത്തെ ജലപ്രളയത്തിന് ശേഷം നൽകപ്പെടുന്ന അനുഗ്രഹീതമായ നന്മകളാണ് ഇതിനുള്ളിൽ. ഇനി മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നിങ്ങളുടെ ദുഃഖത്തിൽ എനിക്ക് ആനന്ദത്തെ നൽകുവാൻ കഴിയും. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടത്ത് നമുക്കറിയാം, പരസ്യ ശുശ്രൂഷ കാലഘട്ടത്ത് നയീനിലെ ഒരു വിധവയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. അവൻ മരിച്ചുപോയി. അവനെ അടക്കം ചെയ്യുവാനായിട്ട് തൻ്റെ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഇതാ യേശുവിനെ കണ്ടുമുട്ടുന്നു. വിലാപങ്ങളുടെ നടുവിൽ, അല്ലേ, ഭയങ്കരമായി അലമുറയിട്ട് നിലവിളിക്കുന്ന ഒരു സാഹചര്യത്തിന് നടുവിൽ ഇതാ ഗുരുനാഥൻ തേടി വരുന്നു, ഗുരുനാഥനെ എതിർപ്പെടുകയാണ്. ആ സമയത്ത് വേദപുസ്തകം പറയുന്നു, their sorrow will become turn into joy. അവരുടെ ദുഃഖം സന്തോഷമായി മാറ്റിക്കൊണ്ട് മരിച്ച ബാലനെ യേശു ജീവിപ്പിക്കുകയാണ്. എത്ര സന്തോഷം! ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ലൈഫിൽ, പ്രിയമുള്ളവരെ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് മരിച്ച നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തെ ജീവിപ്പിച്ചാൽ കർത്താവ് ജീവിപ്പിക്കുന്ന ഒരു അനുഭവം. പ്രിയമുള്ളവരെ, നമ്മിലെ ചാവാറായ നന്മകളെ, അല്ലെങ്കിൽ തീർന്നു എന്ന് ചിന്തിച്ച നന്മകളെ വീണ്ടും തരുവാൻ ദൈവത്തിന്, മടക്കി നൽകുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ദുഃഖത്തിൽ ആനന്ദം നൽകുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതെ, ദുഃഖത്തിൽ നൽകുന്ന ആനന്ദം അത് മഴവില്ലാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്നു. എത്ര ധന്യമായ ഒരു അനുഭവം പ്രിയരെ. ഏഴാമത്തതും ഒടുവിലത്തതുമായ മഴവില്ലാകുന്ന വാഗ്ദത്തം എന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏഴാമത്തെ ഒടുവിലത്തമായ വാഗ്ദത്തം പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ശക്തി നൽകും. ആമേൻ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് ചെയ്യുവാനുള്ള ബലം, ശക്തി സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാനായി സാധിക്കും. ഈ ശക്തി നൽകപ്പെട്ടത് ശിഷ്യന്മാർക്ക് നൽകി, അപ്പോസ്തലന്മാർക്ക് നൽകി, ആദിമ വിശ്വാസികൾക്ക് നൽകി. ഇന്ന് ആധുനിക ക്രൈസ്തവ വിശ്വാസിയും തലമുറകളും ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ഇതേ ശക്തി മാറ്റമില്ലാതെ തുടരും. അന്ന് പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ നോഹയ്ക്കും കുടുംബത്തിനും തുടർന്ന് സർവൈവ് ചെയ്യുവാനുള്ള ഒരു ശക്തി കൊടുക്കുകയാണ്. തങ്ങളുടെ തുടർന്ന് ചെയ്ത എല്ലാ പ്രവൃത്തികളും എല്ലാം ആദ്യത്തിൽ നിന്ന് ആരംഭിക്കേണ്ട ഒരവസ്ഥ. എല്ലാം ഭൂമിയിലെ സകലവും നശിച്ചു, എല്ലാം തീർന്ന അവസ്ഥ. ഇനി ഓരോന്നായി കണ്ടെത്തണം, ഓരോന്നായി തട്ടിക്കൂട്ടണം, അല്ലെ, എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് പണിതെടുക്കണം. അതിലേക്കായി ദൈവം നോഹയ്ക്കും കുടുംബത്തിനും ശക്തി പകരുകയാണ്, ബലം നൽകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ചില ബലങ്ങളെല്ലാം തകർന്നു പോയി എന്ന് ചിന്തിക്കുമ്പോഴും അടുത്ത നിമിഷത്ത് എല്ലാം പണിതെടുക്കുവാണ്ട ശക്തി, കൃപ, ദൈവാത്മാവിൻ്റെ പ്രചോദനം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകും. ഇത് പറയുന്നത് ദൈവമാണ്. ഈ വാഗ്ദത്തം നൽകുന്നത് ജീവനുള്ള ദൈവമാണ്. സൃഷ്ടിയുടെ പരിപാലകനും, സൃഷ്ടിയുടെ എല്ലാം ഓരോ കോണിലെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നവൻ, അറിയുന്ന ദൈവമാണ്, കാണുന്ന ദൈവമാണ്. ആ ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ശക്തി നൽകും. ഐ വിൽ സ്ട്രെങ്തൻ യു. പ്രിയമുള്ളവരെ, മുന്നോട്ട് പോകുമ്പോൾ നാം ഒറ്റയ്ക്കല്ല. ജീവിതത്തിൽ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല എന്ന് ചിന്തിക്കുക. ദൈവം കൂടെ ഉണ്ടാകും. നമ്മുടെ ചെറിയ ജോലിയായാലും, ചെറിയ വർക്കുകൾ, ചെറിയ കാര്യങ്ങളായാലും പോലും അതിലൊക്കെ ശക്തി നൽകി നമ്മെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, ഒപ്പം കർത്താവിന് സേവ ചെയ്യുവാനുള്ള ശക്തി നമുക്ക് നൽകും. കർത്താവിന് സേവ ചെയ്യുവാൻ, കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കരയറ്റുന്ന ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള ബലവും ശക്തിയും ദൈവം നമുക്ക് നൽകുമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, മഴവില്ലാകുന്ന ദൈവീക വാഗ്ദത്തങ്ങൾ, 7 വാഗ്ദത്തങ്ങളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി, ധ്യാനിക്കുകയുണ്ടായി. ഒന്നാമത്തേത് ആവശ്യത്തിൽ നമുക്ക് സഹായം നൽകും. രണ്ടാമത്തേത് ബലഹീനതയിൽ ശക്തി നൽകും. മൂന്നാമത്തേത് വിഷാദത്തിൽ ധൈര്യം. നാലാമത്തേത് പരിഭ്രമത്തിൻ്റെ നടുവിൽ വഴികാട്ടൽ. അഞ്ചാമത്തെ വിഷമതകൾ സമാധാനം, ദുഃഖത്തിൽ ആനന്ദം, പ്രവൃത്തിയിൽ ശക്തി. ഈ വക നന്മകൾ ദൈവം നൽകും. പ്രിയം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഹായം, ശക്തി, ധൈര്യം, വഴികാട്ടൽ, സമാധാനം, ആനന്ദം, ശക്തി. ഈ വക 7 നന്മകൾ, അനുഗ്രഹങ്ങളാണ് ദൈവം ഈ മഴവില്ലാകുന്ന ആ നന്മയ്ക്കുള്ളിൽ ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഇത് പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കാം. ഈ പുതിയ വർഷത്ത് അത്യധികമായ നന്മകളും സമാധാനവും സന്തോഷവും ദൈവം നമുക്ക് തരട്ടെ. ദൈവമാണ് എൻ്റെ സർവസ്വം. ചേർത്ത് പിടിക്കുക. ഞാൻ ഇത്രയധികം പറഞ്ഞു വന്നത് ദൈവമായിരിക്കണം നിങ്ങളുടെ എല്ലാം. അതിനുള്ളിലുണ്ട് സകല അനുഗ്രഹങ്ങളും നന്മകളും. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം അതിലുണ്ട്, ദൈവത്തിലുണ്ട്. ആ ദൈവത്തെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ജീവിതയാത്രയിൽ കൂടെ സഞ്ചരിക്കുക, ജീവിതയാത്രയിൽ കൂടെ കൊണ്ടുപോവുക.
ദൈവത്തെ വിട്ട് അകലം വിട്ട് പിൻചെല്ലരുത്. ദൈവത്തെ ഒരിക്കലും ദൈവത്തോട്ട് മാറി സഞ്ചരിക്കരുത്. ദൈവത്തെ വിട്ട് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക. ദൈവം നിങ്ങളുടെ സഹായകനായി കൂടെ ഉണ്ടാകും. ദൈവം നിങ്ങളെ സേഫായ ഒരു ഡെസ്റ്റിനേഷനിൽ, വളരെ ഒരു നല്ല ശാന്തമായ അല്ലെങ്കിൽ സുരക്ഷിതമായ തുറമുഖത്ത് അവൻ എത്തിക്കും. അതേ ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്ന നിത്യമായ ആ തുറമുഖത്ത്. അതിനുവേണ്ടിയാണ് കർത്താവ് നമുക്കായി സാക്രിഫൈസ് ചെയ്ത് തന്നെ ക്രൂശിൽ യാഗമായി തീർത്തത്. ആ തിരുരക്തത്താലും തൻ്റെ ഉപദേശമാകുന്ന വചനത്താലും നമ്മെ ഇന്നും ശുദ്ധീകരിച്ച് നിത്യത്തിലെത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ആ കാലം വരെയും നമുക്ക് ദൈവ വാഗ്ദത്തങ്ങൾ ഉറച്ചു നിൽക്കാം, മുറുകെ പിടിക്കാം, ദൈവ അനുഗ്രഹങ്ങൾ പങ്കാളികളായി തീരാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: വിഷമതകളിൽ ദൈവം നമുക്ക് നൽകുന്നത് എന്താണ്? നമ്മുടെ വിഷമതകളിൽ നമുക്ക് ദൈവം നൽകുന്നത് എന്താണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയ ആഴമേറിയ തിരുവചന സത്യത്തിനായ ധ്യാനത്തിനായ സ്തോത്രം. ധ്യാന ചിന്തകളിലൂടെ ദൈവത്തോട് അടുക്കുവാനും ദൈവകൃപകൾ അനുഭവിപ്പാനും പരിശുദ്ധ പിതാവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുന്നത് ഓർത്ത് സ്തോത്രം 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 ചെയ്യും. അബ്ബാ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് ദൈവമേ, അങ്ങയുടെ സന്നിധിയോളം കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചത്. മാറ്റമില്ലാത്ത ദൈവം, മറക്കാത്ത ദൈവം, കരുതുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം. കർത്താവെ, അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടി ഇരിക്കട്ടെ. അന്ത്യത്തോളം ഞങ്ങൾ വഴി നടത്തണം, ആത്മബലത്തിൽ വഴി നടത്തണം, സമാധാനത്തിൽ വഴി നടത്തണം. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണം. അൽഫായും ഒമേഗയും ആദിയും അന്തവുമായ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ ഭരിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം ശ്രവിച്ച എല്ലാ അവിടുത്തെ മക്കൾക്കായി സ്തുതിക്കുന്നു. മഴവില്ലാകുന്ന 7 അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ജീവിത കാലഘട്ടത്തെ പ്രാപിച്ചെടുക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കണം. ഞാനതിൽ പങ്കുവച്ച എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അടിയിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ നീളായി കൂടിയിരിക്കുമാറാകട്ടെ. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം പിതാവിനുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപാനുഗ്രഹം നിങ്ങൾ ഇവരോട് വീണ്ടും സർവ്വദാ സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, മഴവില്ലാകുന്ന 7 അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ നമ്മെ തന്നെ ഒരുക്കാം. വിശുദ്ധിയോടെ ജീവിക്കാം. കർത്താവിൻ്റെ കരം മുറുകെ പിടിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.